വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ലക്നോയി ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ അവധി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കാണാം. അവധി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് പാലിൽ ഒരു 1/3 1/3 കപ്പ് പാലുണ്ട്, അതിലേക്ക് കുറച്ച് സാഫ്രൻ ഇട്ട് വെക്കാം. അപ്പോൾ സാഫ്രൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളിട്ടാലും മതി, മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. അതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് കളർ ഇളകാനായിട്ടാണ്, ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം റൈസ് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനൊരു 3.5 ലിറ്റർ വെള്ളമാണ് ഈ പോട്ടിൽ വെച്ചേക്കുന്നത്. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്കുള്ള പ്രിപ്പറേഷനോടെ സ്റ്റാർട്ട് ചെയ്യാം. മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം. ഇത് ഉള്ളി വറക്കാനായിട്ടാണ്. ആദ്യം നമ്മൾ ഉള്ളി വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു 1/2 കപ്പോളം എണ്ണ ചൂടാക്കാം. ഇവിടെ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 സവോള സ്ലൈസ് ചെയ്തത് വറുത്തെടുക്കാം. എൻ്റെ വെയിറ്റ് പറയുവാണെങ്കിൽ ഏകദേശം 400 ഗ്രാം സവോളയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. 1 കിലോ ചിക്കനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. സവോള ബ്രൗണായി വരുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. പിന്നെ അതിലേക്ക് സ്പൈസസ് ചേർക്കാം. ഒരു ബേ ലീഫ്, ഒരു 4-5 കുരുമുളക്, നാല് ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു, ഒരു മെയ്സ് അല്ലെങ്കിൽ ജാതിപത്രി, ഒരു തക്കോലത്തിൻ്റെ പകുതിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഉപ്പ്, ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ ഒരുപാട് വെള്ളത്തിലാണല്ലോ ചോറ് കുക്ക് ചെയ്യുന്നത്. സ്പൈസസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടും തിളയ്ക്കണം. ഇനി ഇതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. ഇവിടെ 2.5 കപ്പ് ബാസ്മതിയാണ്. ഇത് 1 മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ്. അതുകൂടെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ സവാള ഈ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഈ ഹൈ ഫ്ലെയിമിലിടണം. ചിക്കൻ ഒന്ന് ചെറുതായിട്ട് കളറൊന്ന് മാറണം, അതുവരെ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നിറം മാറുന്നവരെ. അപ്പോൾ അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട്. പിങ്ക് കളർ മാറി ഈ ഒരു സ്റ്റേജ്. ഇതിനി ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് ഇനി ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്തിടാം. ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഏകദേശം ഒരു 6 മിനിറ്റോളം കുക്ക് ചെയ്തു. ഓരോ ബ്രാൻഡ് അരിയുടെയും വേവ് കുക്കിംഗ് ടൈം വ്യത്യാസം വരും. ഇതിപ്പോൾ നോക്കിയാൽ ഈ ഒരു പരുവത്തിൽ ഇത് അത്യാവശ്യം കുക്ക്ഡാണ്. ഒരു 80% കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇത് മതി. ബാക്കി കുക്കിംഗ് നമ്മൾ ദം ചെയ്യുമ്പോഴാണ് കുക്കാവുക. ഇത് നമുക്ക് നന്നായിട്ട് ഊറ്റിയെടുക്കണം. വെള്ളം കളഞ്ഞു വെക്കാം. അപ്പോൾ ചോറിൻ്റെ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. ഇതിനകത്ത് നമ്മൾ കുറേ ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് പൗഡർ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം സ്പൈസസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടാം. നമുക്ക് ആദ്യം പെരിഞ്ജീരകം,
ഒരു 2 ടീസ്പൂൺ എടുക്കാം. ജീരകം 1 ടീസ്പൂൺ. ഷാജീരകം അല്ലെങ്കിൽ റോയൽ ക്യുമിൻ എന്നൊക്കെ പറയുന്നത് ഒരു 1.25 ടീസ്പൂൺ. പിന്നെ ഇതിലേക്കൊരു ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്തിടാം. ഒന്നര ടീസ്പൂൺ കുരുമുളക്, ഒരു 4-5 ഗ്രാമ്പു, ഏലക്കായും അതേപോലെ ഒരു 5 എണ്ണം എടുക്കാം. നട്ട്മെഗ് ജാതിക്കയുടെ ഒരു പകുതി എടുക്കാം. അതേപോലെ ചെറിയ കഷ്ണം ജാതിക്ക. ഇതിലേക്ക് മെയ്സ് അല്ലെങ്കിൽ ജാതിപത്രി, ഒരു ജാതിപത്രിയുടെ പകുതി എടുത്തേക്കുന്നേ. ഇതേപോലെ ഫുള്ള് വേണ്ട, ഒരു ഹാഫ് മതിയാവും. കറുവാപ്പട്ട ഇതേപോലെ ഒരു ചെറിയ കഷ്ണം. ചെറിയ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക, നല്ലൊരു മണം വരണം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പം തന്നെ ഓഫ് ചെയ്യുക. ഇനി ഇത് കൂളാവണം. കൂളായ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാനുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ലക്നോയി ബിരിയാണിയുടെ മസാല. ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ 1.25 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മൾ മസാല പൊടിച്ച സെയിം ലിഡാണ് ഉപയോഗിച്ചതുകൊണ്ട് കളർ ഇങ്ങനെ വന്നേക്കുന്നത്. ഇതേപോലെ ചതച്ചെടുത്തു. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു, വീണ്ടും ഓണാക്കാം. നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റിനകത്തേക്ക് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ ഒന്ന് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഈ മസാല പൊടിച്ചു വെച്ചേക്കുന്ന മസാലയിനകത്തേക്ക് ചേർക്കാം. മസാല ഇട്ട് വീണ്ടും 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർക്കാം. നമ്മൾ ടൊമാറ്റോ ചേർക്കത്തില്ല, ഇതിനകത്ത് തൈര് മാത്രമേ ഉള്ളൂ. തൈര് ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എണ്ണയൊന്ന് തെളിഞ്ഞു വരും, അതിനുശേഷം ചടച്ചു വെച്ച് കൊടുക്കും. അപ്പം തൈരിട്ട ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പൂടെ ചേർക്കാം. 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി അടച്ചു വെച്ച്
ചിക്കൻ ഒരു 90% കുക്കാകുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഒരു 22 മിനിറ്റ്സ് കുക്ക് ചെയ്യുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇരിപ്പുണ്ട്. ഗ്രേവി ഒരു 3/4 പറ്റണം. പറ്റിയ ശേഷം വേണം നമുക്ക് റൈസിനകത്ത് ഇടാനായിട്ട്. കുറച്ചുകൂടെ ഗ്രേവി പറ്റണം. ഉടനെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണ്. ദം ചെയ്യാറായി. ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, വളരെ കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് മല്ലിയില. മല്ലിയില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മിൻറ്റ് ഇടണം. ചെറിയൊരു പിടി മിൻറ്റ് ലീവ്സ് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ്, ഇതിനകത്ത് ഈ ഹോൾ സ്പൈസസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. റൈസ് ഇതിലേക്ക് ഇടാം. ദം ചെയ്യാനായിട്ട് നമ്മൾ സാഫ്രൺ കുറച്ച് ചൂടുപാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ടായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ചേർക്കണം. 2 ടീസ്പൂൺ റോസ് വാട്ടർ, അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇത് ഹോം മെയ്ഡ് ഗീ ആണ്. നമ്മൾ ഓൾറെഡി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കും. ഒരു ക്ലോത്ത് വെച്ച് കവർ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെക്കുക. അതിനുശേഷം തീ കുറച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. പിന്നെ 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ദം ചെയ്യുമായിരുന്നു. ചെക്ക് ചെയ്യാം. ആവി നന്നായിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം. എപ്പോഴും സൈഡിൽ നിന്ന് പോലെ എടുക്കുക. റൈസ് എല്ലാം നല്ല വിട്ടാണ്, ഒട്ടും കുഴയാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇൻഡിവിജ്വൽ സെർവിങ് പോർഷനാണ് കാണിക്കുന്നത്. നമ്മുടെ അവധി ചിക്കൻ ബിരിയാണി റെഡിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി സ്പൈസി ഒന്നും അല്ലാത്തൊരു സിമ്പിൾ ബിരിയാണിയാണ്. എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.